ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് പറയാനുള്ളത്? അന്ന് എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് മദ്യമാണ് കഴിച്ചേക്കണമെന്നാണ്. പക്ഷേ ബീച്ചിൽ പോയ സമയത്ത് നമ്മൾ ബൈക്കിനാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ബൈക്ക് ഒരു നേരിയ രീതിയിൽ പോലും സ്കിഡ് ആവാണ്ടാണ് പുള്ളി അത്ര അടിപൊളിയായിട്ടാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മദ്യമല്ല, കൂടി എന്തോ ഒരു സംഭവം അതിൽ കൂടിയത് എന്തോ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ട് പുള്ളിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് ബീച്ചിൽ വെച്ച് തന്നെ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. അത് അമ്മയുടെ പേരിലായിരുന്നു. അമ്മയായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ള പേരും പറഞ്ഞിട്ടായിരുന്നു ആ തർക്കം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഏകദേശം അടുത്ത 1 മണിയായപ്പോഴാണ് പുള്ളി ഈ തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്ത്രീധനത്തിൻ്റെ പേരിലായി 11-ാം തീയതി രാത്രി 1 മണിക്ക് ശേഷം, 1 മണി എന്തോ ആയ ആ സമയത്തടുത്ത്. അപ്പോൾ ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് പുള്ളി തർക്കം തുടങ്ങിയത്. അതായത് ഞാൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്, ഒരു കാർ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അപ്പോൾ അതെനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി നമ്മളുടെ സൈഡിൽ നിന്നും, അതായത് എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഇത്രയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാണല്ലോ നമ്മളിത് പ്രൊസീഡ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഡിസ്കഷൻ വേണ്ടല്ലോ, അത് ഓക്കെ രാഹുലിനത് ഓക്കെ ആയിട്ടാണല്ലോ നമ്മളിത് പ്രൊസീഡ് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ അത് സംസാരിക്കുന്നത് എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. അതിൽ തുടങ്ങിയതാണ് ഈ മർദ്ദനം. അപ്പോൾ അന്ന് ഈ മർദ്ദനം രാത്രിയാണത് സംഭവിച്ചത്. അന്ന് രാവിലെ തന്നെ അമ്മയായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു രാഹുൽ, ഡോറ് ലോക്ക് ചെയ്തിട്ട്. അപ്പോൾ എന്നെ അതിലേക്ക് കയറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിലെന്തോ അമ്മ രാഹുലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അമ്മ ഡോർ ലോക്ക് ചെയ്ത് രാഹുലിനോട് സംസാരിച്ചത്? അപ്പം നീ അത് അറിയണ്ട എന്നാണ് പറഞ്ഞത്. അന്ന് ബീച്ചിൽ വെച്ച് ഞാൻ ചോദിച്ചായിരുന്നു അറിയണ്ട എന്നുള്ളത്. അപ്പോൾ ബീച്ചിൽ വെച്ച് അമ്മയുടെ പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലത്തെ ചർച്ചയിൽ അമ്മ എന്തോ മോന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തോ പിരിയേറ്റി മോനെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൊരിക്കലായിരിക്കണം സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ രാത്രി വന്ന് അതിക്രൂരമായിട്ട് തന്നെയാണ് മർദ്ദിച്ചത്. ആദ്യം ചെയ്തത് എന്നെ കരണത്ത് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൈ മുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ ഏകദേശം ഒരു 3 കുത്തിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിൽ, പിന്നെ ഇവിടെ നല്ല രീതിയിൽ മുഴച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താണ് ഇപ്പോൾ ഇത്തിരി കുറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആ സമയത്ത് പുള്ളി പറഞ്ഞത് കൊല്ലും തന്നെയാണ്, കൊല്ലും ഡി എന്നാണ് പറഞ്ഞത്. ഞാൻ തിരിച്ച് കിട്ടാൻ വേണം, അല്ലെങ്കിൽ കൊല്ലും തന്നെയാണ് പറഞ്ഞത്. പിന്നെ കൈ വെച്ചിട്ട് ചുണ്ട് എന്നെ മലത്തിയിട്ട് നഖം വെച്ച് പ്രസ് ചെയ്തു. പിന്നെ നഖം വെച്ചിട്ട് കുരക്കിലും പ്രസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓടാൻ ശ്രമിച്ചു. ഡോർ ആ സമയത്ത് ലോക്ക് ആയിരുന്നല്ലോ. ഓടാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ പുറകെ വന്ന് പുള്ളി പിടിക്കുകയാണ് ചെയ്ത്. പിടിച്ചിട്ട് എന്നെ അവിടെ മലത്തി കിടത്തിയിട്ട് ബെൽറ്റ് വെച്ച് എൻ്റെ പുറയിൽ അടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവിടെ നിന്ന് എണീറ്റ് ഞാൻ എങ്ങനെയൊക്കെ ഓടാൻ ശ്രമിച്ചു. ഇപ്പോൾ ലാസ്റ്റ് തടിയിൽ ഇവിടെ എന്തോ അടിച്ചത്, കൊണ്ടതടി. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ ബാലൻസ് പോയി. ഇവിടെ പുള്ളിയുടെ റിങ്ങോ അങ്ങനെ എന്തോ കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ബ്ലഡ് ക്ലോട്ടായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. അതിൽ ചെറുതായിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡും വന്നു. ആ സമയത്ത് തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഹോസ്പിറ്റലിലായിരുന്നു, അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ. ആ സമയത്തൊന്നും ഞാൻ നന്നായിട്ട് അലമുറിയിട്ട് തന്നെയാണ് കരഞ്ഞത്. അതായത് പുള്ളിയോട് പറഞ്ഞു ഒന്നും ചെയ്യല്ലേ. മാത്രമല്ല ആ വീട്ടിൽ എല്ലാ ഡിസിഷൻസും എടുക്കുന്നതും രാഹുൽ തന്നെയാണ്. അമ്മയ്ക്കും അനിയത്തിക്കും വലിയ റോളില്ല, അവരതിലൊന്നും ഇടപെടയില്ല ഒന്നാമത്തെ കാര്യം. മാത്രമല്ല ഞങ്ങൾ അപ്സ്റ്റെയറിലും അവർ താഴെയുമാണ്. അപ്പോൾ ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഇനി മർദ്ദിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെയർ കയറി വരുന്നുണ്ടായിരുന്നു താഴേന്ന്. കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട് ഒച്ചപ്പാടുണ്ടാക്കല്ല, ആരും കയറി വരുന്നുണ്ടെന്ന്. അത് ഞാനും കേട്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സൗണ്ട് പോവുകയും ചെയ്ത്. മാത്രമല്ല ഞങ്ങളുടെ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു റൂം, അവിടെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് രാജേഷ്, പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി എന്തായാലും പുള്ളി അത് കേൾക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഞാൻ അത്രയും സൗണ്ടിലാണ് കരഞ്ഞത്. ഡോറ് ലോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഒരു ഹെൽപ്പിന് വന്നില്ല. എനിക്ക് ആ സമയത്ത് കരയാനുള്ള എനിക്ക് നിവർത്തിയുള്ളൂ. ഒന്നും ചെയ്യരുത്. വളരെ സൗണ്ടിൽ തന്നെയാണ് ഞാൻ കരഞ്ഞത്. പക്ഷെ ആരും അവിടെ വന്നില്ല. വീണ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാരണം ബോധം വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒരു 4 മണിയോടെ തിരിച്ച് വീട്ടിലെത്തിയെന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം 4 മണി വീട്ടിൽ തിരിച്ചെത്തി ആ ഒരു ദിവസം നമ്മൾ മിച്ചം സ്പെൻഡ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെയാണ് ഈ പറയുന്ന അടുക്കളാണ് ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ വീട്ടുകാരെല്ലാവരും ഈ പറയുന്ന രാഹുലിൻ്റെ അമ്മയോട്
ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളിത് ആരും അറിഞ്ഞില്ലേ? അപ്പം ഇല്ല ഞങ്ങളാരും അറിഞ്ഞില്ല, നീമ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതിലെനിക്കിപ്പോഴും സംശയമുണ്ട് അവരറിഞ്ഞിട്ടും അത് വരാതിരുന്നതാണോ? കാരണം സ്റ്റെപ്പ് കയറുന്ന ഒരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു താഴേന്ന്.